Hello everyone, welcome back to the channel. നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ PCCST 205 പേപ്പർ കോഡുള്ള കുട്ടികളുടെ മെയ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് A ഈക്വൽ ടു സെറ്റ് 1 2 3 4, B ഈക്വൽ ടു സെറ്റ് 3 4 5 6, U ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8. Find the following using set operations. First one A union B, second one A intersection B, third one A union B all complement. അപ്പോൾ നമുക്ക് മൂന്ന് സെറ്റുകൾ തന്നിട്ടുണ്ട്. എ ബി എന്നുള്ള സെറ്റും യൂണിവേഴ്സൽ സെറ്റായ യുവും തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് എ യൂണിയൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം, എ ഇന്റർസെക്ഷൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കാണാം. നമുക്ക് ഓരോ വാല്യൂസ് എടുത്തെഴുതാം. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4, ബി എന്ന് പറയുന്നത് സെറ്റ് 3 4 5 6, യു എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 6 7 8. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ സെറ്റിനകത്തെ മെമ്പേഴ്സിനെ കൂട്ടിച്ചേർത്ത് എഴുതുക. റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് ഒരു പ്രാവശ്യം മാത്രം എഴുതുക. സെറ്റ് എക്കകത്ത് 1 2 3 4 ആണ് ഉള്ളത്, ബിക്കകത്ത് 3 4 5 6 ആണ്. സോ രണ്ട് സെറ്റിലെ മെമ്പേഴ്സിനെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ സെറ്റ് 1 2 3 4 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഒരു പ്രാവശ്യം മാത്രം എഴുതാൻ പാടും. 3 4 then 5 6. സോ എ യൂണിയൻ ബി ഈസ് 1 2 3 4 5 6. റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഒരു പ്രാവശ്യം മാത്രം എഴുതാൻ പാടുള്ളൂ. ദെൻ എ യൂണിയൻ ബി കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന സെറ്റിനകത്തെയും ബി എന്ന സെറ്റിനകത്തും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും നമുക്ക്. എക്കകത്ത് 1 2 3 4 ആണ്, ബിക്കകത്ത് 3 4 5 6 ആണ്. രണ്ടിലൂടെ കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയാണുള്ളത്? 3യും 4ഉം അല്ലേ? അപ്പോൾ സെറ്റ് 3 4 ആയിരിക്കും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എ യൂണിയൻ ബി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂണിവേഴ്സൽ സെറ്റായ യുവും തന്നിട്ടുണ്ട്. സോ വി ക്യാൻ അപ്ലൈ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ യൂണിയൻ ബി. ഓക്കെ, യുവിനകത്തുള്ളതും എ യൂണിയൻ ബി ഇല്ലാത്തതുമായിട്ടുള്ള കളക്ഷനാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിനകത്ത് വരും. യുവിനകത്തുള്ളതും യുവിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള കളക്ഷൻസ്. അപ്പോൾ യുവിലുള്ളത് 1 2 3 4 5 6 7 8 ആണ്. എ യൂണിയൻ ബിക്കകത്തുള്ളത് 1 2 3 4 5 6 വരെ ഉള്ളൂ. യുവിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? 6 വരെ ഉണ്ട്. ദെൻ 7 8 ഇതിലില്ല, എ യൂണിയൻ ബിയിലില്ല. സോ യു മൈനസ് എ യൂണിയൻ ബി വിൽ ബി സെറ്റ് 7 8 ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ 11th പഠിച്ചതാണ്. വളരെ സിമ്പിൾ ആണ്. 11th പഠിച്ച സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഫൈൻഡ് എഫ് കമ്പോസിഷൻ ജി ഓഫ് എക്സ് ആൻഡ് ജി കമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ആർ ദേ ഈക്വൽ? നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എഫ് കമ്പോസിഷൻ ജി ഓഫ് എക്സും ജി കമ്പോസിഷൻ എഫ് ഓഫ് എക്സും ആണ്. രണ്ട് ഫംഗ്ഷൻസിന്റെ കമ്പോസിഷൻ ആണ് അല്ലേ? അപ്പോൾ എഫ് കമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പഠിച്ചതാണ്. ഡെഫിനേഷൻ എന്തായിരുന്നു? കമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസിൽ രണ്ട് ഫംഗ്ഷൻസിന്റെ കമ്പോസിഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈ ഫോമിലാണ് ഡിഫൈൻ ചെയ്തത് അല്ലെ? എഫ് കമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ജസ്റ്റ് ഇവിടുത്തെ വാല്യൂസ് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 1 ആണ്. സോ ഇവിടെ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആണ് നമുക്ക് ഇനി കാണേണ്ടത് അല്ലെ? അതിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 1 എങ്ങനെ കാണാം? ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നത് എക്സ് സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഫ് ഓഫ് 1 കാണുക? എക്സിന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ? 1 സ്ക്വയർ ഈക്വൽ ടു 1. ഇനി എഫ് ഓഫ് 2 എങ്ങനെയാണ് കാണുക? എക്സിന്റെ പ്ലേസിൽ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4 വരും. ഈ രീതിയിലാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നമുക്കറിയാമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് 1 എങ്ങനെ കാണാം? എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് 1 കൊടുത്താൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ എഫ് കമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ.
അതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ജി കമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ജി കമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ എന്തായിരുന്നു? ജി കമ്പോസിഷൻ എഫ് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് കമ്പോസിഷൻ ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ജി കമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെയും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ജി ഓഫ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ്. ജി ഓഫ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ് എന്താ? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. ഞാൻ ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ. ജി ഓഫ് എക്സ് എന്നത് എക്സ് പ്ലസ് വൺ ആണെങ്കിൽ ജി ഓഫ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്ലേസിൽ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു അല്ലേ? ജി ഓഫ് ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി ഓഫ് ടു എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്ലേസിൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ടു പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സിന്റെ പ്ലേസിൽ ഈ എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. സോ എക്സിന്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൺ. അപ്പൊ നമുക്ക് ജി കമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടി. ഇത് എഫ് കമ്പോസിഷൻ ജി ഓഫ് എക്സ്. ദെൻ ഇത് ജി കമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ രണ്ട് വാല്യൂസും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ ആർ ദ ഈക്വൽ? ഇത് രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ ആണോ നോക്കി. ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം, സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയറും ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. രണ്ടും ഈക്വൽ ആണോ? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ആണ്. ശരിയല്ലേ? എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ആണ്. ഈ വാല്യൂവും ഈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും സെയിം തന്നെയാണോ? ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണോ? അല്ല അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും ഇത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വണ്ണും ആണ്. അഡീഷണൽ ആയിട്ട് ഒരു ടു എക്സ് ടേം വന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും ഈക്വൽ അല്ല. Therefore we can write f composition g of x and g composition f of x are not equal since from 1 and 2. First equation and second equation consider ചെയ്ത് നോക്കിയാൽ we can write f composition g of x and g composition f of x are not equal. Okay, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. എഫ് കമ്പോസിഷൻ ജി, ജി കമ്പോസിഷൻ എഫ് ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ ഇത് ഈക്വൽ ആണോ എന്നുള്ള രീതിയിലും ചോദിക്കാം. ദെൻ അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ആർ ഫ്രം ഇസഡ് ടു ഇസഡ് ബൈ ആർ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3 divides x minus y. Prove that R is an equivalence relation on Z. Also determine the equivalent classes of R. Okay, ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3 divides x minus y. 3 divides x minus y. ഈ ഫോമിൽ വരുന്ന എക്സ് വൈകളുടെ കളക്ഷൻ, ഓർഡേഡ് പെയർ എക്സ് വൈകളുടെ കളക്ഷനാണ് ക്യാപിറ്റൽ ആറിൽ വരിക. അതാണ് റിലേഷൻ. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇക്വലന്റ് ക്ലാസസ് ഓഫ് ആർ കണ്ടുപിടിക്കും. ആദ്യം 3 divides x minus y. അതെന്താണ്? 3 divides x minus y എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറയുന്നത് x minus y ഡിവൈഡ് ചെയ്യുന്നു അല്ലെ? അതിന്റെ മീനിങ് എന്താ? there exists an integer k. ഒരു ഇന്റിജർ k ഉണ്ടായിരിക്കും such that എന്താ കണ്ടീഷൻ? x minus y is a multiple of 3 അല്ലെ? x minus y is a multiple of 3. അതായത് 3 divides x minus y എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇന്റിജർ k എന്ന് പറഞ്ഞ ഒരു ഇന്റിജറിനെ കണ്ടുപിടിക്കാൻ പറ്റും such that x minus y equal to 3k. അതായത് x minus yയുടെ വാല്യൂ ഈ 3യുടെ മൾട്ടിപ്പിൾസ് ആകത്തക്ക വിധത്തിൽ ഒരു k എന്നുള്ള ഇന്റിജറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ r എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3 divides x minus y എന്ന്. നമുക്കിത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അതാദ്യം റിഫ്ലെക്സീവ് ആവണം, ദെൻ സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഈ 3 പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് റിലേഷൻസ് ഈക്വലൻസ് റിലേഷൻ ആവുക. അപ്പോൾ ഓരോന്നും നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്തായിരുന്നു?
ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ഏതൊരു എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എടുത്താലും എക്സ് എക്സ് ഷുഡ് ബി എലമെന്റ് ഓഫ് ആർ അല്ലേ. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഈസ് റിഫ്ലക്സീവ് ആവണമെങ്കിൽ if for every x element of z ordered pair x comma x element of r ഏതൊരു എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എടുത്താൽ അതായത് ഏതൊരു ഇൻറ്റിജർ എടുത്താൽ ഓർഡേഡ് പെയർ എക്സ് വൈകൾ എവിടെ ഉണ്ടാവണം, ഈ ഡിഫൈൻ ചെയ്തേക്കുന്ന ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആയിരിക്കും. നമുക്കിവിടെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്തായിരുന്നു? 3 ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഇവിടെ വൈയുടെ പ്ലേസിൽ നമ്മൾ എന്ത് തന്നെയായിട്ട് എടുക്കണം? എക്സ് തന്നെയായിട്ട് എടുക്കണം. കാരണം സെയിം എലമെന്റുമായിട്ടാണ് റിലേഷൻ പറയുന്നത്. സോ നമുക്ക് ഫോർ എനി ഇൻറ്റിജർ എക്സ് നമ്മുടെ ഈ കണ്ടീഷനിൽ കൊടുത്തു നോക്കിയാൽ എക്സ് മൈനസ് എക്സ് എന്ന് പറയും അല്ലേ. എക്സ് മൈനസ് എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. നമുക്കറിയാം 0 ഈസ് ഡിവിസിബിൾ ബൈ എനി ഇൻറ്റിജർ, എനി നോൺ സീറോ ഇൻറ്റിജർ അല്ലേ. 0 ഈസ് ഡിവിസിബിൾ ബൈ എനി നോൺ സീറോ ഇൻറ്റിജർ. Therefore we can write 3 divides x minus x. That is true for all the x. അപ്പോൾ x minus x equal to 0 എന്ന് കിട്ടി. Since 0 is divisible by 0 നമുക്ക് ഏത് നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 is divisible by any non-zero integer. That is, I can write 0 as 3 times 0, right? And also 3 divides x minus x. 3 divides x minus x. Which holds for all values of x. x ന്റെ ഏത് വാല്യൂ എടുത്താലും ഇത് ട്രൂ ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വന്നു. 0 എന്ന് പറയുന്ന നമ്പർ ഏതൊരു നോൺ സീറോ ഇൻറ്റിജറുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 എനിക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 0 എനിക്ക് -9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പോസിറ്റീവ് ടൈം എടുത്താലും നെഗറ്റീവ് ടൈം എടുത്താലും ഒക്കെ നമുക്ക് 0 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് 0 എന്നുള്ള കേസ് പഠിച്ച്. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസിനും അത് ട്രൂ ആയിരിക്കും. നോൺ സീറോ ഇൻറ്റിജേഴ്സിന് അത് ട്രൂ ആയിരിക്കും. സോ റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സിവിറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. Therefore R is reflexive. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമെട്രിക്. അപ്പോൾ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റിലേഷൻ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എ റിലേഷൻ R is symmetric ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ if for ordered pair xy element of R, xy എന്ന് പറയുന്ന മെമ്പർ ആറിനകത്ത് നമ്മൾ എടുത്താൽ തിരിച്ച് എന്ത് വേണം? yx should be in R. ഇതാണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. xy എന്ന് പറയുന്ന ഒരു മെമ്പറിനെ ആറിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് yx എന്ന് പറയുന്നത് ആറിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫോർ ദാറ്റ് ലെറ്റ് ഓർഡേഡ് പെയർ xy എന്ന് പറയുന്ന ഒരു മെമ്പറിനെ നമ്മൾ ആറിന് എടുത്തു. അപ്പോൾ ആറിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ആർ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ബൈ ദ ഡെഫിനിഷൻ ഇറ്റ് ഈസ് 3 divides x minus y അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. 3 divides x minus y എന്ന് പറഞ്ഞ മീനിങ് എന്താ? 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമുക്ക് x minus y ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് റിമൈൻഡർ 0 ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് x minus y ആസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. That is 3k. So x minus y equal to 3k. If I multiply by negative 1, minus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -3k എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നെഗറ്റീവ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ y minus x equal to -3k. This I can write y minus x equal to 3 into -k. ഇവിടെ -k എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ ആണ് അല്ലേ. -k എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്. അപ്പോൾ y minus x എന്ന് പറയുന്ന 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദിസ് y minus x ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ആർ. നമ്മൾ ക്യാപിറ്റൽ ആർ ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. 3 ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയാണെങ്കിൽ ആ ടേം എവിടെയുണ്ട് അല്ലെങ്കിൽ ആ പെയർ എവിടെയുണ്ട്? ആറിനകത്തുണ്ടെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് y minus x equal to 3 into -k എന്ന് പറഞ്ഞാൽ മീനിങ്
3 ഡിവൈഡ്സ് y മൈനസ് എക്സ് എന്നാണ് അല്ലേ. 3 ഡിവൈഡ്സ് y മൈനസ് എക്സ് എന്നാണ്. സോ ഫ്രം ദിസ് ഐ ക്യാൻ റൈറ്റ് 3 ഡിവൈഡ്സ് y മൈനസ് എക്സ്. അപ്പോൾ 3 ഡിവൈഡ്സ് y മൈനസ് എക്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. സോ 3 ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ആ ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിലുണ്ടെന്നാണ് നമ്മളെ ഡെഫിനിഷൻ. സോ ഇവിടെ കിട്ടിയത് 3 ഡിവൈഡ്സ് y മൈനസ് എക്സ് എന്നാണ്. സോ ഇവിടുത്തെ ഓർഡേഡ് പെയർ ആയ y കോമ എക്സ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടെന്ന് കിട്ടും. അപ്പം ആറിനകത്തുണ്ടെന്ന് കിട്ടി അല്ലേ. ഓർഡേഡ് പെയർ y എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ഉണ്ടെന്ന് കിട്ടി. സോ ഐ ക്യാൻ റൈറ്റ് സിൻസ് മൈനസ് കെ is also an integer, is also an integer, 3 divides, ഈ സിമ്പിൾ divides എന്നുള്ളതിൻ്റെയാണ്. 3 divides y minus x, that implies ordered pair y comma x is the element of R. Ordered pair y comma x element of R. സോ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ എടുത്തത് എന്താണ്, സിമെട്രിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലെ മെമ്പറാണ് എടുത്തത്. നമുക്ക് ഇവിടെ കിട്ടിയത് ഓർഡേഡ് പെയർ വൈ എക്സ് എലമെന്റ് ഓഫ് ആർ. അപ്പോൾ എക്സ് വൈ ആറിനകത്തുണ്ടെങ്കിൽ വൈ എക്സും ആറിനകത്തുണ്ടെന്ന് കിട്ടി. ദാറ്റ് ഈസ് ആർ ഈസ് സിമെട്രിക്. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. അടുത്ത കണ്ടീഷൻ ഏതായിരുന്നു, ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റിവിറ്റി കണ്ടീഷൻ എന്തായിരുന്നു, ഓർഡേഡ് പെയർ എക്സ് വൈ ആറിനകത്തുണ്ട്, ദെൻ വൈ ഇസഡ് ആറിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഓർഡേഡ് പെയർ എക്സ് ഇസഡ് എന്ന് പറയുന്നത് ആറിനകത്തുണ്ടായിരിക്കണം. അതല്ലേ കണ്ടീഷൻ. ഇപ്പോൾ കണ്ടീഷൻ എഴുതാം. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഈസ് ട്രാൻസിറ്റീവ്, ക്യാപിറ്റൽ ആർ ഈസ് ട്രാൻസിറ്റീവ് ഇഫ് ഓർഡേഡ് പെയർ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ, ദെൻ വൈയിൽ സ്റ്റാർട്ട് ചെയ്യണ വേണം, എലമെന്റ് വേണം എടുക്കാൻ. ദെൻ വൈ ഇസഡ് എലമെന്റ് ഓഫ് ആർ, എക്സ് വൈ ആറിലുണ്ട്, വൈ ഇസഡ് ആറിലുണ്ട്. ദാറ്റ് ഷുഡ് ഇംപ്ലൈ ഇവിടുത്തെ ഫസ്റ്റ് മെമ്പറും ഇവിടുത്തെ ലാസ്റ്റ് മെമ്പറും അങ്ങനെ എടുക്കേണ്ടത്. എക്സ് കോമ ഇസഡ് എലമെന്റ് ഓഫ് ആർ. ഓക്കെ, എക്സ് വൈ ആറിലുണ്ട്, വൈ ഇസഡ് ആറിലുണ്ടെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് മെമ്പറും ഇവിടുത്തെ ലാസ്റ്റ് മെമ്പറും ഉൾപ്പെടുന്ന രീതിയിലുള്ള പെയർ, അതായത് എക്സ് ഇസഡ് എന്ന് പറയുന്നത് ആറിനകത്തുണ്ടായിരിക്കും. ഇതാണ് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇതുപോലെ ഒരു ഓർഡേഡ് പെയർ എക്സ് വൈയും അതുപോലെ വൈ ഇസഡും ആറിനകത്തുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അസ്യൂം ഓർഡേഡ് പെയർ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആൻഡ് ഓർഡേഡ് പെയർ വൈ ഇസഡ് എലമെന്റ് ഓഫ് ആർ. ആറിനകത്തെ മെമ്പറാന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ, ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സം 3k. അതുപോലെ തന്നെ there exists another integer m such that y minus z equal to 3m. അല്ലെ, ഇത് രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നാണ് ആറിനകത്തെ മെമ്പർ ആണെന്ന് പറഞ്ഞ മീനിങ്. സോ ഈ രണ്ട് ടേമിനും ഈ രണ്ട് ഓർഡേഡ് പെയർ എക്സ് വൈകൾ ആറിലെ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ there exist an integers രണ്ട് ഇൻറ്റിജേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സം k and m such that എങ്ങനെയാണ് ഈ കെയും എമ്മും വരിക, എക്സ് മൈനസ് വൈ ഈക്വൽ ടു സം 3k ആൻഡ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു സം 3m വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു സം 3m. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടീഷൻ അപ്ലൈ ചെയ്തതാണ്. ആറിനകത്ത് മെമ്പർ ആകുമ്പോൾ എക്സ് മൈനസ് വൈ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതുപോലെ വൈ മൈനസ് ഇസഡ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതുകൊണ്ട് നമ്മൾ രണ്ട് വെവ്വേറെ ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്തേ ഉള്ളൂ, കെ എം എന്ന് പറഞ്ഞത്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3k ആൻഡ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 3m. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ആഡിങ് ദീസ് ടു ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സോ എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 3k പ്ലസ് 3m. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു മൈനസ് വൈ ഉണ്ട്, ഒരു പ്ലസ് വൈ ഉണ്ട്. സോ ക്യാൻസൽസ്. ദെൻ എക്സ് മൈനസ് ഇസഡ് ഈക്വൽ ടു, ഇവിടെ രണ്ടിടത്തും 3 കോമൺ ആയിട്ട് എടുക്കാം. ദറ്റ് ഇസ് 3 ഇൻറ്റു സം k പ്ലസ് m എന്ന് എഴുതാം അല്ലേ, k പ്ലസ് m. ദറ്റ് ഇസ് എക്സ് മൈനസ് ഇസഡ് ഈക്വൽ ടു 3 ഇൻറ്റു k പ്ലസ് m അല്ലേ. കെയും എമ്മും ഒക്കെ എന്താണെന്നാണ് പറഞ്ഞത്, നമ്മൾ ഒരു ഇൻറ്റിജേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ k പ്ലസ് എമ്മും നാച്ചുറലി എന്ത് തന്നെയായിരിക്കും, ഒരു ഇൻറ്റിജർ തന്നെയായിരിക്കും അല്ലേ.
അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ, എക്സ് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് 3 ഇൻറ്റു സം ഇൻഡിജർ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിട്ടിയത്. എക്സ് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ഓർഡേഡ് പെയർ എക്സ് ഇസഡ് എവിടെ ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ആറിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ക്യാപിറ്റൽ ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുവാണെങ്കിൽ ആ പെയർ എവിടെയുണ്ടെന്നാണ് പറഞ്ഞത്, ആ ഓർഡേഡ് പെയർ എവിടെയുണ്ട്, ആറിലുണ്ടെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് 3 ഇൻറ്റു സം ഇൻഡിജർ എന്നുള്ള ഫോമിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കെ പ്ലസ് എം ആണ്, അതൊരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കുമല്ലോ. 3 ഇൻറ്റു സം ഇൻഡിജർ എന്നുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. സോ എക്സ് മൈനസ് ഇസഡ് ഷുഡ് ബി ഇൻ ആർ, ആറിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ എടുത്തിരുന്നത്, ഓർഡേഡ് പെയർ എക്സ് വൈ ആറിലുണ്ട്, വൈ ഇസഡ് ആറിലുണ്ട്. നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്, ഓർഡേഡ് പെയർ എക്സ് ഇസഡ് എന്ന് പറയുന്നത് ആറിനകത്തുണ്ട് എന്ന് കിട്ടി. അതായത് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ട്രൂ ആയിട്ട് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എഴുതേണ്ടത് എങ്ങനെയാണ്, 3 ഇൻറ്റു കെ പ്ലസ് എം എന്ന് എഴുതി. സിൻസ് ദിസ് കെ പ്ലസ് എം ഈസ് എൻ ഇൻഡിജർ, കെ പ്ലസ് എം ഈസ് എൻ ഇൻഡിജർ, ഇത് ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ട് we can say 3 divides x minus z അല്ലേ. 3 divides x minus z. 3 x minus z നെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് that implies ordered pair x comma z is the element of R. ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ordered pair x comma z element of R എന്ന് കിട്ടി. അപ്പോൾ നോക്കുക, x ordered pair xy element of R, ordered pair yz element of R. That implies ordered pair xz element of R. So I can write capital R is transitive. അപ്പോൾ 3 കേസിൽ നിന്നായിട്ട് നമുക്ക് റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, അതുപോലെ സിമെട്രിക് ആണ്. 3 പ്രോപ്പർട്ടികളും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. സിൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് reflexive, symmetric and transitive conditions, capital R is an equivalence relation. Therefore, capital R is an equivalence relation. അപ്പോൾ ക്യാപിറ്റൽ ആർ ഇക്വലൻസ് റിലേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്. നമുക്ക് എന്താണ് ചോദിച്ചിരുന്നത്, ഇക്വലന്റ് ക്ലാസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. ഇക്വലന്റ് ക്ലാസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ഇക്വലന്റ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ, ഇസഡിനെ സം പാർട്ടീഷൻസ് അല്ലെങ്കിൽ സെറ്റ്സ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു, കുറെ സെറ്റ് ഓഫ് എലമെന്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. എന്ത് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഇക്വലന്റ് ക്ലാസസ് എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇസഡ് സെറ്റ് ഓഫ് ഇസഡിനകത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഇപ്പൊ എന്തൊക്കെ വാല്യൂസ് വരാം. ഒരു നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ വരെ റിമൈൻഡേഴ്സ് ആയിട്ട് കിട്ടാം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 0 അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരും. റിമൈൻഡർ 1 വരുന്ന കേസ് വരാം, റിമൈൻഡർ 2 വരുന്ന കേസ് വരാം. റിമൈൻഡർ ഒരിക്കലും 3 ആവില്ല അല്ലേ. കംപ്ലീറ്റ്ലി ഡിവൈഡ് ആകുമ്പോഴത്തേക്കും പിന്നെ റിമൈൻഡർ 0. അപ്പോൾ 3 കേസാണ് നമുക്ക് ഇതിനകത്ത് വരിക. 0, 1, 2 വരെയുള്ള 3 കേസുകളാണ് ഇതിനകത്ത് വരിക. ഈക്വലന്റ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വലന്റ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസഡിനെ സം സെറ്റ് ഓഫ് എലമെന്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. അതായത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇക്വലന്റ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ഇസഡ് സച്ച് ദാറ്റ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് 3. ഓക്കെ, എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് 3. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ എക്സ് വാല്യൂസിന്റെ കളക്ഷൻ, എല്ലാ ഇൻഡിജേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ഇക്വലന്റ് ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, എക്സ് കോൺഗ്രുവന്റ് ടു എ മോഡ് 3 എന്ന് പറഞ്ഞാൽ, എക്സ് കോൺഗ്രുവന്റ് ടു എ മോഡ് 3 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, എക്സ് മൈനസ് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെ. എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് 3 എന്ന് പറഞ്ഞാൽ അതർവൈസ് നമുക്ക് എങ്ങനെ പറയാം, എക്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എ. അതല്ലെങ്കിൽ എക്സ് മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന രീതിയിൽ പറയാം. സോ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞു ഏതൊരു നമ്പറിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് എന്താ, 0 വരാം, 1 വരാം, 2 വരാം അല്ലേ. അതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇക്വലന്റ് ക്ലാസസ് ആയിരിക്കും ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുക, ഇക്വലന്റ് ക്ലാസ് ഓഫ് 0 വരും, ഈക്വലന്റ് ക്ലാസ് ഓഫ് 1 വരും, ഈക്വലന്റ് ക്ലാസ് ഓഫ് 2 വരും. അങ്ങനെ 3 കേസാണ് നമുക്ക് വരിക. സോ ഈക്വലന്റ് ക്ലാസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ആർ ദ ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ ആണ് സച്ച് ദാറ്റ് എക്സ് മൈനസ്
0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. ഓക്കെ, റിമൈൻഡർ 0 വരണം. അപ്പോൾ എയുടെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? ഈ 0 എന്നുള്ള വാല്യൂ കൊടുത്താൽ. എക്സ് മൈനസ് 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k, അതായത് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. അപ്പോൾ എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. ഈ ഫോമിൽ വരുന്ന എല്ലാ എക്സ് വാല്യൂസും ഏതിൽ വരും? ഇക്വലന്റ് ക്ലാസ് ഓഫ് 0യിൽ വരും. മനസ്സിലായല്ലോ? ഈ കേക്ക് പല വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ എക്സ് വാല്യൂസിന്റെ കളക്ഷനാണ് ഇക്വലന്റ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കേക്ക് നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാം? പോസിറ്റീവ് വാല്യൂസ് കൊടുക്കാം, നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാം, 0 കൊടുക്കാം. സോ അങ്ങനെ പല വാല്യൂസ് കൊടുക്കുമ്പോൾ ഇക്വലന്റ് ക്ലാസ് ഓഫ് 0യെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, എക്സെട്ര. കേക്ക് പല വാല്യൂസ് കൊടുത്തു നോക്കാം. കേക്ക് നെഗറ്റീവ് വാല്യൂസ് കൊടുത്താൽ, ഇപ്പോൾ സപ്പോസ് k ഈക്വൽ ടു -2 കൊടുത്തു എന്ന് വെച്ചു. k ഈക്വൽ ടു -2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് ഈക്വൽ ടു -6 വരും അല്ലേ? k എന്നൊക്കെ പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. സോ -2 കൊടുത്താൽ പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഏതാ? എക്സ് ഈക്വൽ ടു, എനിക്ക് -3 -4 ഏത് വേണേൽ കൊടുക്കാം. ദെൻ ഞാനിപ്പോൾ കൊടുക്കുന്നത് k ഈക്വൽ ടു -1 ആണ് കൊടുക്കുന്നത്. k ഈക്വൽ ടു -1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് ഈക്വൽ ടു -3 വരും. ദെൻ k ഈക്വൽ ടു സപ്പോസ് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 വരും. ഓക്കെ, ദെൻ k ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 3 വരും. ദെൻ k ഈക്വൽ ടു 2 ആണെങ്കിലോ എക്സ് ഈക്വൽ ടു 6 വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും വാല്യൂസ് വരും. ഇനി സപ്പോസ് k ഈക്വൽ ടു -3 ആയിരുന്നെങ്കിലോ, k ഈക്വൽ ടു -3 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -9 എന്ന് വരും. അപ്പോൾ k എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് കൊടുക്കാം, നെഗറ്റീവ് ഇൻഡിജേഴ്സ് കൊടുക്കാം, 0 കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസിന്റെ കളക്ഷൻ ആയിരിക്കും ഇക്വലന്റ് ക്ലാസ് ഓഫ് 0യിൽ വരും. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇഷ്ടം പോലെ വാല്യൂസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എക്സെട്ര ഇടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കുറച്ച് വാല്യൂസിനെ എടുത്ത് എഴുതാം. k ഈക്വൽ ടു -3 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് -9 വരും. അപ്പോൾ -9, -2 ആകുമ്പോൾ -6, ദെൻ -1 ആകുമ്പോൾ -3, ദെൻ 0 ആകുമ്പോൾ 0, k ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 3, ദെൻ k ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 6. ഇതുപോലെ വീണ്ടും വാല്യൂസ് കൊടുക്കാമല്ലോ. k ഈക്വൽ ടു 3, 4, 5, 6 അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ആ വാല്യൂസിന് പകരമായിട്ട് എക്സെട്ര ആയിട്ട് കൊടുത്തു. ഓക്കെ, അതാണ് ഇക്വലന്റ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് വേണ്ടത് ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 വേണം. ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് എങ്ങനെ എഴുതണം? എക്സ് ഇക്വലന്റ് ക്ലാസ് ഓഫ് 1-നകത്ത് വരുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് ദ റിമൈൻഡർ ഏത് വരണം? 1 വരണ കേസസ് ആണ് നമ്മൾ പറയുക. എക്സ് മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. ഓക്കെ, എക്സ് മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 3k പ്ലസ് 1. അപ്പോൾ എക്സിന്റെ വാല്യൂ 3k പ്ലസ് 1 ഫോമിൽ വരുന്ന എല്ലാ എക്സുകളുടെ കളക്ഷനും ഇക്വലന്റ് ക്ലാസ് ഓഫ് 1-നകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ കേക്ക് പല വാല്യൂസ് കൊടുത്ത പോലെ തന്നെ ഇവിടെയും പല വാല്യൂസ് കൊടുത്തു നോക്കാം. സോ എക്സിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കുറേ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസ് ഇതുപോലെ സെറ്റിന്റെ സിമ്പൽ ഇട്ടിട്ട് എഴുതാം. ഓക്കെ, എക്സ് ഈക്വൽ ടു 3k പ്ലസ് 1 ആണ്. സോ എക്സ് ഈക്വൽ ടു 3k പ്ലസ് 1. കേക്ക് പല വാല്യൂസ് ഞാൻ ആദ്യം കൊടുത്ത പോലെ തന്നെ ഞാൻ ആദ്യം കേക്ക് -3 കൊടുക്കാം, കേക്ക് -2 കൊടുക്കാം, കേക്ക് -1 കൊടുക്കാം, കേക്ക് 0 കൊടുക്കാം, കേക്ക് 1 കൊടുക്കാം, k ഈക്വൽ ടു 2 കൊടുക്കാം, k ഈക്വൽ ടു 3 കൊടുക്കാം. ഇത്രയും വാല്യൂസ് എഴുതാം. ബാക്കി എങ്ങനെ പോകും? ഇനി k ഈക്വൽ ടു -3 ആണെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. k ഈക്വൽ ടു -3, അപ്പോൾ -9 പ്ലസ് 1. അപ്പോൾ എക്സിന്റെ വാല്യൂ -9 പ്ലസ് 1 ദാറ്റ് ഈസ് -8 വരും. k ഈക്വൽ ടു -2 ആണെങ്കിൽ ഇവിടെ -6 വരും. -6 പ്ലസ് 5 ഈസ് -5. k ഈക്വൽ ടു -1 ആണെങ്കിൽ -3 പ്ലസ് 1 വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു -2. ശരിയല്ലേ? -3 പ്ലസ് 1 ദാറ്റ് ഈസ് -2. ദെൻ k ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 വരും. k ഈക്വൽ ടു 1 ആണെങ്കിലോ, k ഈക്വൽ ടു 1 ആണെങ്കിൽ 3 പ്ലസ് 1 ദാറ്റ് ഈസ് 4 വരും. k ഈക്വൽ ടു 4 വരും. ദെൻ k ഈക്വൽ ടു 2 ആണെങ്കിൽ 3 ടൈംസ് 2 6 വരും. 6 പ്ലസ് 1 ഈസ് 7 വരും. സോ എക്സ് ഈക്വൽ ടു 7. ദെൻ k ഈക്വൽ ടു 3 ആണെങ്കിൽ 3 3s are 9, 9 പ്ലസ് 1 10 വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 10. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും വാല്യൂസ്. അപ്പോൾ നമുക്ക് ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? ലെഫ്റ്റിലേക്ക് എക്സെട്ര കൊടുക്കുക. ഏത് വാല്യൂസ് എഴുതാം? ലെഫ്റ്റിൽ നിന്നുള്ള നെഗറ്റീവ് വാല്യൂസിന്റെ കേസ് ആദ്യം എഴുതാം. അപ്പോൾ -3 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് -8 ആവുന്നത്, പിന്നെ വരുന്ന വാല്യൂ -5, പിന്നെ വരുന്നത് -2, ദെൻ വരുന്ന 1, 4, 7, 10 എക്സെട്ര. അപ്പോൾ ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂസ് ആയിരിക്കും വരും. ഈ സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും വരും.
ഓക്കെ. ദെൻ അടുത്തത് നമുക്ക് ഏതോടെ കാണണം, ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 കാണണം. കാരണം ഈ 3 കേസാണ് ഏതൊരു നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. സോ ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് സച്ച് ദാറ്റ് കണ്ടീഷൻ എന്തായിരിക്കും? എക്സ് മൈനസ് റിമൈൻഡർ 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. എക്സ് മൈനസ് 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3k. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക, 3k പ്ലസ് 2. അപ്പോൾ ആദ്യത്തെ 2 കേസിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞത് ഇത് 3k ആയിരുന്നു, ഇത് 3k പ്ലസ് 1 ആയി. ഇൻഡിജർ ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 കണ്ടുപിടിച്ചപ്പോൾ എക്സിന്റെ വാല്യൂ ഏത് ഫോമായി? 3k പ്ലസ് 2 ആയി. അപ്പോൾ മുമ്പ് 2 കേസിലും ചെയ്ത പോലെ തന്നെ കെക്ക് പല വാല്യൂസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. നോക്കി, ഇവിടെ കെക്ക് പല വാല്യൂസ് കൊടുത്താൽ k -3 ആകുമ്പോൾ നമ്മുടെ എക്സ് വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? 3k പ്ലസ് 2 ആയിരുന്നു. സോ അത് മാറ്റി കൊടുക്കാം, 3k പ്ലസ് 2. ഓക്കെ, കെക്ക് പകരം -3 വന്നാൽ -3 into 3, that is -9 plus 2. -9 plus 2 is -7. Then k equal to -2 വന്നാൽ then -6 plus 2, that is -4. k equal to -1 വന്നാൽ -3 plus 2, that is -1. k equal to 0 വന്നാൽ x equal to 2. k equal to 1 വന്നാൽ 3 plus 2 equal to 5. k equal to 2 വന്നാൽ 3 2s are 6, 6 plus 2 8 വരും. k equal to 3 വന്നാൽ 3 3s are 9, 9 plus 2 11 വരും. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വാല്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്സെട്ര കൊടുക്കാം. ഇനി ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. ലെഫ്റ്റിൽ നിന്ന് ഞാൻ ഇൻഫിനിറ്റ് എക്സെട്ര കൊടുത്തു. ദെൻ ഫസ്റ്റ് മെമ്പർ ഞാൻ -3 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് -7. ദെൻ എക്സ് ഈക്വൽ ടു -4, -1, 2, 5, 8, 11 എക്സെട്ര. ഓക്കെ, ഇതായിരിക്കും ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത്. ഇക്വലന്റ് ക്ലാസ് ഓഫ് 1, ഇക്വലന്റ് ക്ലാസ് ഓഫ് 2, ഇത് മൂന്നും എഴുതേണ്ട വിധം മനസ്സിലായല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക കേട്ടോ, എക്സാംസിന് ചോദിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ R എന്ന് പറയുന്ന ഇക്വലന്റ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്തു. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഇക്വലന്റ് റിലേഷൻ ആണ് കിട്ടി. ആ റിലേഷൻ ഉപയോഗിച്ച് ഇസഡിനെ നമ്മൾ സം പാർട്ടീഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇക്വലന്റ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത് ഇത് സെറ്റ്, ഈ സെറ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് കിട്ടി. ഇക്വലന്റ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് കിട്ടി. ഇക്വലന്റ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് ജനറൽ ആയിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? ദ ഇക്വലന്റ് ക്ലാസസ് ആർ the set of integers with reminders ഏതൊക്കെയാണ്? 0, 1, 2 when divided by 3. അതായത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷനാണ് ഓരോ ഇക്വലന്റ് ക്ലാസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ജനറൽ. ഇക്വലന്റ് ക്ലാസ് ഓഫ് 0 ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ 3k സച്ച് ദാറ്റ് k ഈസ് ദ എലമെന്റ് ഓഫ് z. ഓക്കെ, കെക്ക് പല z വാല്യൂസ്, അതായത് ഇൻഡിജർ വാല്യൂസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ്, എക്സ് വാല്യൂസ് നമ്മൾ അവിടെ നേരത്തെ കണ്ടുപിടിച്ച അതേ കാര്യം തന്നെ 3kകളെയാണ് അവിടെ എഴുതുന്നത്. ഇക്വലന്റ് ക്ലാസ് ഓഫ് 0 വരും. Equivalent class of 1 can be represented as the set of all 3k plus 1 such that k element of z. മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച് ജനറൽ ആയിട്ട് ഇവിടെ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. Equivalent class of 2 is the set of all 3k plus 2 such that k element of z. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി നിർത്താം. അപ്പോൾ പ്രോബ്ലം ചെയ്യണം മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.